നമ്മുടെ ഈ രാജ്യത്ത് ഒരക്ഷരം പോലും എഴുതാനോ വായിക്കാനോ അറിയാത്ത, വിദ്യാലയങ്ങളുടെ പടി ചവിട്ടാത്ത 1 കോടിയിലധികം കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ബാലവേല നടക്കുന്ന രാജ്യങ്ങളും നമ്മുടെ ഇന്ത്യയാണ്. 2011 സെൻസസ് പ്രകാരം 6 വയസ്സിനും 11 വയസ്സിനും ഇടയിലുള്ള 1 കോടിയിലധികം കുട്ടികൾ ഇന്ത്യയിൽ നിർബന്ധിത ബാലവേല ചെയ്യുന്നുണ്ട്. അതായത് ബെൽജിയം, സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ കുട്ടികൾ മാത്രം ഇന്ത്യയിൽ ബാലവേല ചെയ്യുന്നുണ്ടെന്നർത്ഥം. ഈ ഒരു കണക്കിനെ സ്റ്റേറ്റ് വൈസിലേക്ക് തിരിക്കുമ്പോൾ 20 ലക്ഷത്തിലധികം കുട്ടികൾ ബാലവേല ചെയ്യുന്ന ഉത്തർപ്രദേശാണ് മുന്നിലുള്ളത്. നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയുടെ തെരുവോരങ്ങളിലും 10 ലക്ഷത്തിലധികം കുട്ടികൾ ബാലവേല ചെയ്യുന്നുണ്ട്. ബീഹാർ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിങ്ങനെ നീളും ഈ ഒരു പട്ടിക. ബാലവേല എന്നത് ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളെ തച്ചുടക്കുന്നതിൻ്റെ തുടക്കം മാത്രമാണ്. നമ്മുടെ ഇന്ത്യയിൽ 80% ഗ്രാമീണ മേഖലകളിലാണ് ബാലവേലകൾ നടക്കുന്നത്. കൃഷിയിടങ്ങളിലും ഫാക്ടറികളിലും ഇഷ്ടിക കമ്പനികളിലും നിർബന്ധിതമായി ജോലിക്ക് അയക്കപ്പെടുകയാണ് ആ കുട്ടികൾ. ബാക്കി വരുന്ന 20% കുട്ടികളും നഗരങ്ങളിലെ ചേരികളിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടും അല്ലറച്ചില്ലറ പണികളെടുത്തുമാണ് ജീവിതം കണ്ടെത്തുന്നത്. അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലിയെടുക്കുന്ന കുട്ടികളുടെ എണ്ണവും കുറച്ചല്ലുള്ളത്. ഖനന പ്രദേശങ്ങൾ, പടക്ക നിർമ്മാണശാലകൾ തുടങ്ങിയ അപകടങ്ങൾ കാത്തു നിൽക്കുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന കുട്ടികളും ധാരാളമുണ്ട്. 1975 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഖനന ദുരന്തമായ ജാർഖണ്ഡിലെ ചെസ്ന ഖനന ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ ബാലവേല നിരക്ക് ഇങ്ങനെ കുത്തനെ ഉയരാൻ കാരണമായിട്ട് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കൊടിയ ദാരിദ്ര്യമാണ്. വളരെ ചെറുപ്പത്തിലെ കുടുംബത്തിന്റെ ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാവുകയാണ് ഈ കൊച്ചുകുട്ടികൾ. എന്നാൽ പകലന്തിയോളം പണിയെടുത്തിട്ടും അവർക്ക് ലഭിക്കുന്നത് 30-50 രൂപ വരുന്ന തുച്ഛമായ ശമ്പളമാണ്. ഈ ഒരു പണം കൊണ്ട് അവർ എങ്ങനെയാണ് കുടുംബം പുലർത്തുക? ബാലവേല എന്നതൊരു ലൂപ്പാണ്. ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. പിന്നെ അവർക്ക് വിദ്യാലയങ്ങളില്ല, അക്ഷരാഭ്യാസമില്ല, നല്ല ജീവിതമോ നല്ല ഭാവിയോ അവർക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. അങ്ങനെ ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യം പേറി നടക്കാൻ നിർബന്ധിതരാവുകയാണ് ഈ 1 കോടിയിലധികം വരുന്ന ബാല്യങ്ങൾ. നമ്മുടെ നാട്ടിൽ 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ശേഷം പഠനം നിർത്തുന്ന, സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആകുന്ന 14% കുട്ടികളുണ്ട്. അതായത് ഈ 14% കുട്ടികളും പുസ്തകവും പേനയുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൃഷിയിടങ്ങളിലേക്കും ഫാക്ടറികളിലേക്കും ജോലിക്കായിട്ട് ഇറങ്ങുകയാണ്. 2017 ഒരു കണക്ക് പറയുന്നത് ഇന്ത്യയിലെ 10 കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ 11ാമത്തെ കുട്ടി പോകുന്നത് ബാലവേലയ്ക്ക് വേണ്ടിയാണ് എന്നാണ്. നമ്മുടെ നാട്ടിൽ ബാലവേല ഇങ്ങനെ ഉയരാൻ മറ്റൊരു കാരണം കോവിഡാണ്. ആ മഹാമാരി കാലഘട്ടത്തിൽ ജനങ്ങൾക്കെല്ലാം കുറഞ്ഞ വരുമാനം ലഭിക്കുന്ന ആ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളെല്ലാം പുസ്തകവും ബാഗുമെല്ലാം തട്ടിൻപുറങ്ങളിൽ കയറ്റി വെച്ചുകൊണ്ട് അവർ ബാലവേല ചെയ്യാൻ നിർബന്ധിതരായി. അങ്ങനെ ഫാക്ടറികളിലേക്കും ഇഷ്ടിക കമ്പനികളിലേക്കും ഇറങ്ങിപ്പോയ കുട്ടികളിൽ നല്ലൊരു ശതമാനം കുട്ടികളും പിന്നെ വിദ്യാലയങ്ങളുടെ പടി ചവിട്ടിയിട്ടില്ല എന്ന കണക്കുകൾ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന കൊടിയ ചൂഷണങ്ങൾക്കെതിരെയും അവർ നേരിടുന്ന വിദ്യാഭ്യാസ നിഷേധത്തിനെതിരെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21A 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് പറയുന്നത്. 1986 നിലവിൽ വന്ന ബാലവേല നിരോധന നിയമം, അതേപോലെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഒപ്പുവെച്ച കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള UNCRC പോലെയുള്ള ആഗോള ഉടമ്പടികളിലും ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ മാരകമായ പീഡനങ്ങൾക്കും കൊടിയ ചൂഷണങ്ങൾക്കും ഇരയാവുന്നത് നമ്മുടെ രാജ്യത്താണ്. നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളും പൊതുജന സമൂഹവും ഇന്നേ വരെ ഇതേക്കുറിച്ച് ബോധവാന്മാരായിട്ടില്ല. നമ്മുടെ കുട്ടികൾ നല്ലൊരു ഭാവിക്കായി, നല്ലൊരു ജീവിതത്തിനായി അവർ പോകേണ്ടത് വിദ്യാലയങ്ങളിലേക്കാണ്, അല്ലാതെ ഫാക്ടറികളിലേക്കല്ല.